വൈകിട്ട് വരാം എല്ലാവരും. മാധവൻ ഈ പ്രചരണ കാലത്ത് നേരത്തെ തന്നെ സർക്കാരിനോടുള്ള വടിയിൽ ഇറങ്ങിയത് തന്റെ അമ്മ കൂടെ വരട്ടെ. കൂടെ ഇറങ്ങി സൈഡിൽ കൂടെ അമ്മ മറിയാമ്മ ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാർന്നു. എന്തായാലും ഇപ്പോൾ ചാണ്ടിമൻ കുടുംബസമേതം പലയിടത്തും ഉണ്ട്. ഏതാണ്ട് 15 ശതമാനത്തിലധികം വോട്ടുകൾ ഇതിനകം തന്നെ 9 വരെയുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഗാന്ധി സൗദി മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരും ഇവിടെ വോട്ട് രേഖപ്പെടുത്താനായി കാത്തു നിൽക്കുന്ന കാഴ്ചകൾ കാണുന്നു.
സർക്കാരിനെതിരുണ്ടല്ലോ. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ കറുത്ത വസ്ത്രം സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിലാണ് ചാണ്ടിയുടെ 3 ബൂത്ത്. അതിലെ 98 നമ്പർ ബൂത്തിലാണ് ചാണ്ടി കറുത്ത വസ്ത്രം വെച്ച് കറുത്ത മുണ്ടും ചാണ്ടി ഗ്രൗണ്ടിൽ നടക്കാം. ഓടിയോ ഇന്ന് പുതുപ്പള്ളിയും കേരളവും ഇടതുപക്ഷ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുന്ന ദിവസമാണ്. പല പ്രതിഷേധങ്ങളും ഒന്നല്ല. എന്റെ പിതാവിനെ അന്യായമായി 1 2 വർഷമല്ല, ജാഗ്രതയുടെ 9 വർഷക്കാലം ഈ സർക്കാർ പ്രതിപക്ഷത്തിൽ നിന്നപ്പോഴും ഇവരും വേട്ടയാടിയ മാത്രമല്ല, വേട്ടയാടൽ നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധമുണ്ട്, ഒരു സംശയം വേണ്ട. അത് വലിയ പ്രതിഷേധമാണ്. പുതുപ്പള്ളിയുടെ മനസ്സിൽ, കേരളത്തിന്റെ മനസ്സിലേറ്റ മുറിവാണത്. പുതുപ്പള്ളിയുടെ മനസ്സിൽ ആ മുറിവ് ഇപ്പോഴും ഉണ്ടെങ്കിൽ ആ ഒരു വേട്ടയാടൽ ഞങ്ങൾക്ക് പലതരത്തിൽ ഞങ്ങളുടെ മണ്ഡലത്തെ ഫണ്ട്സ് തരാത്ത രീതിയിൽ ദ്രോഹിക്കുന്ന തരത്തിൽ ഉൾപ്പെടെ ഉള്ള വേട്ടയാടൽ നടന്നിട്ടുണ്ട്. പിന്നെയും ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അതും പ്രതിഷേധമാണ്. ഒപ്പം ഞാൻ കയറിയതിനു ശേഷം 9 വർഷം ഞങ്ങളുടെ തൊട്ടപ്പുറത്തോട്ട് നോക്കി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്, ആ ഹോസ്പിറ്റൽ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുക. ഞങ്ങളുടെ പാലങ്ങൾ അത് ഇപ്പോഴും തൂണ് നിൽക്കുക. ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ നിർത്തി അവിടെ നിൽക്കുക. അപ്പം
വേട്ടയാടി മാത്രമല്ല ഈ മണ്ഡലത്തോടും കാണിച്ച അന്യായങ്ങൾ ചെറുതല്ല. ഞങ്ങളുടെ സിവിൽ സ്റ്റേഷനിൽ എന്റെ പണി തീരാത്ത ഒരു സിവിൽ സ്റ്റേഷന് എന്റെ പിതാവിന്റെ പേരിട്ടു. മറക്കാൻ ഞങ്ങളെ ഇങ്ങനെ അവമാനിക്കണം. അദ്ദേഹത്തെ നിങ്ങൾ 9 വർഷക്കാലം പല രീതിയിൽ പീഡിപ്പിച്ചു അല്ലെങ്കിൽ വേട്ടയാടി. ഇന്ന് അത് പണി തീരാത്തൊരു സ്ഥാപനത്തിന് അത് അദ്ദേഹത്തിന്റെ പേരിടണം. അത് വേട്ടയാടൽ തന്നെയാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മരണശേഷവും ഞങ്ങളെ വേട്ടയാടിയതിന് തുല്യമായിട്ട് തന്നെ ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയും ഈ നാടിനെ ആകെപ്പാട് ബാധിച്ച പ്രശ്നമാണ്. ഇതൊക്കെ പ്രതിഷേധങ്ങളുണ്ട്. അത് ജനം ഇന്ന് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ആ പ്രതിഷേധം കാണിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കറുപ്പ് പ്രതിഷേധത്തിന്റെ ഇതാണ്. ഇന്ന് കറുപ്പ് കാണുമ്പോൾ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഒന്നും പറയാൻ കറുപ്പ് കണ്ടാൽ ഇന്ന് പലർക്കും പ്രശ്നമാണ്. ഇത് കറുപ്പ് എന്നുള്ളത് ഇവിടുത്തെ ഈ സമൂഹത്തിന്റെ വലിയ എന്താ പറയുക ആചാരത്തിന്റെ കൂടെ ഭാഗ്യമെന്ന് വിചാരിച്ചു. നിങ്ങൾ ക്യാമ്പയിനിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ സോളാർ കേസിലടക്കം ഉമ്മൻചാണ്ടി സാറിനെ ഈ രീതിയിൽ ഈ വേട്ടയാടി എന്നുള്ളത്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. പിതാവിനെ വേട്ടയാടി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചത് സംശയമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ആ CBIയുടെ റിപ്പോർട്ട് ഒന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചർച്ചയായോ? ഞാൻ പലതവണ പറഞ്ഞില്ലേ ചർച്ച ചെയ്തു. അദ്ദേഹത്തിനെതിരെ CBI എൻക്വയറി നിങ്ങൾ ഓർത്തു നോക്കൂ. ഒരു കുടുംബത്തിന്റെ വേദന. ആദ്യം 3 വർഷക്കാലം ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി മാധ്യമങ്ങളിലൂടെ വേട്ടയാടുക. അത് കഴിഞ്ഞിട്ട് CBI എൻക്വയറി. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ അടുത്ത് റേപ്പ് കേസിന്റെ ചാർജ് ഞാൻ പറയണോ? അപ്പം എങ്ങനെയൊക്കെ വേട്ടയാടാമോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇന്നൊന്നും ചെയ്തില്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ എല്ലാ പ്രതിഷേധവും ഇന്ന് കേരളം രേഖപ്പെടുത്തുന്ന ദിവസമാണ്. ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വേദനയുള്ള ദിവസമാണ്. അതുകൊണ്ട് ആ വേദനയോട് കൂടി തന്നെയാണ് ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നത്. അതിൽ എന്താ പറയുക, സ്വർണ്ണക്കൊള്ളയും അതിന്റെ വളരെ വലിയ ഇഷ്യൂ ആണ്. ഒരു സർക്കാരിന്റെ കാലത്ത് നടക്കാത്ത വിധം ഈ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരെ വഞ്ചിക്കാനും സ്വർണ്ണക്കൊള്ള നടത്താനും കൂട്ടിയെന്നൊരു സർക്കാരിനെതിരെയുള്ള കൂടി പ്രതിഷേധമാണ്. അതൊന്നൊരു ഇഷ്യൂ അല്ലല്ലോ. UDF സർക്കാർ ഒരു കാര്യം ഉറപ്പാണ്, ആര് മന്ത്രിയായാലും ഇല്ലെങ്കിലും UDFന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും. ഒരു കോൺഗ്രസുകാരൻ ഉമ്മൻചാണ്ടിക്ക് ശേഷം മുഖ്യമന്ത്രി ആയിരിക്കും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുന്ന, രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്ന, സോണിയാഗാന്ധി തീരുമാനിക്കുന്ന, മല്ലികാർജ്ജുന ഖാർഗെ തീരുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരിക്കും. ആ ദിവസത്തിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ആ ഒരു പ്രതിഷേധം കൂടെ ഉണ്ടെന്ന് വെച്ചു. ഞങ്ങൾക്ക് സർക്കാർ വരാത്ത, സർക്കാരിന്റെ തെറ്റായ തീരുമാനത്തിലുള്ള പ്രശ്നം കൂടി ഉണ്ട്. അമ്മയെ കൂടെ ഒരു മിനിറ്റ്. അമ്മ എന്താ സാറിന്റെ ഓർമ്മകളൊക്കെ ഒന്നും പറയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഞാൻ പറഞ്ഞു. അമ്മ വണ്ടി and when they were they are carried out a witch hunt against my father, unparalleled in the history of Kerala. They are protecting those people who carried out the witch hunt. They did take no action. CBI also has concluded there is no guilt on my father's part. Still, they did not take any action against the conspirators. And they kind of, entire Kerala is voting against this government in protest. Today is the day when my father will get justice. Today is the day. My father did not get justice for many years. Today is the day when my father is going to get justice, and that justice is going to be given by the people of Kerala. We cannot forget what was done to him. We cannot forget. And that we have no enmity, we have no anger, but there is need of justice. And I believe that people of Kerala will just do justice to my father by giving the state a Congress chief minister, by giving the state a Congress government which will not say to people, go out. That is what I will say.
പ്രതിഷേധമെന്ന വണ്ണം അദ്ദേഹം കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ചാനലുകാരോട് പറഞ്ഞത് മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ മറ്റുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ആരായിരുന്നു